സ്നേഹിതരെ, സീറോ മലബാർ ചങ്ങനാശ്ശേരി വിഭാഗം തീർത്തും വിഘടിച്ച് ഒരു കരിങ്കുപ്പായ കൽദായ സഭയായി പരിണമിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം റോമിൽ ഫാദർ കൂവക്കാടിൻ്റെ കർദിനാൾ പട്ടത്തിന് ആലഞ്ചേരിയും സംഘവും എത്തിയത് കരിങ്കുപ്പായ വേഷധാരികളായിട്ടാണ്. സീറോ മലബാറിൻ്റെ ഇന്നത്തെ തലവനെന്ന് കരുതപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. തീർത്തും ഒരു വിഘടിത ചങ്ങനാശ്ശേരി കരിങ്കുപ്പായ സഭയുടെ പ്രത്യക്ഷമായ പ്രഖ്യാപനമായിരുന്നു റോമിൽ നടന്നത്. അസാധാരണ കോമാളി വേഷത്തിൽ എത്തിയ ആലഞ്ചേരിയെ കണ്ട് ഇറാഖിലെ യഥാർത്ഥ കൽദായ ബിഷപ്പ് മാർ സക്കാ പ്രഥമൻ കർദിനാൾ കാഴ്ച ബംഗ്ലാവിൽ സിംഹവാലനെ കാണുന്ന കൗതുകത്തോടെ ആലഞ്ചേരിയുടെ തൊപ്പിയിൽ തൊട്ട് തലോടുന്നതും നാം കണ്ടു. ഈ കറുപ്പിൻ്റെ അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ആത്മാക്കൾ നമ്മെ എവിടെ കൊണ്ടെത്തിക്കും? ആലഞ്ചേരി, കല്ലറങ്ങാടൻ, കൂവക്കാടൻ, തൊട്ടുപുറകിൽ ആലഞ്ചേരിയുടെ നുണക്കുഴി സുന്ദരൻ തറയിലിൻ്റെ സ്ഥാനാരോഹണ വേളയിൽ ആലഞ്ചേരി പറഞ്ഞത്, ചങ്ങനാശ്ശേരി അരമന പരിസരത്ത് ജനിച്ചു വളർന്ന് അവിടുത്തെ സീനിയർ വൈദികരുടെ സ്നേഹഭാജനമായി വളർന്ന് വൈദികനും മെത്രാനും 52 വയസ്സിൽ മെത്രാപ്പോലിത്തയുമായി മാറിയ സുന്ദരൻ എന്നാണ്. ഈ സീനിയർ വൈദികരിൽ ആലഞ്ചേരിയും പെടുമോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. മറ്റൊന്ന്, വൈദികനും മെത്രാനുമൊക്കെ ആകണമെങ്കിൽ നുണക്കുഴി സുന്ദരന്മാർ സീനിയർ മെത്രാന്മാരുടെ വല്യച്ഛന്മാരുടെ സ്നേഹം പിടിച്ചു പറ്റേണ്ടതുണ്ടോ, സ്നേഹഭാജനമായി മാറേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. ഇത്തരം സുന്ദരന്മാരെ കേരളത്തിൻ്റെ വടക്കേ ജില്ലകളിൽ കു എന്ന് തുടങ്ങുന്ന ഒരു വിശേഷ സുന്ദരൻ എന്നാണ് വിശേഷിപ്പിക്കുക. ഇത്തരം നാട്യങ്ങൾ കാണുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പും 50-ലേറെ മെത്രാന്മാരും അടങ്ങുന്ന സീറോ മലബാർ സിനഡിൻ്റെ നിലപാട് എന്താണ്? ഇതിനു വേണ്ടിയാണോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ 3.5 ഏക്കർ സ്ഥലം എറണാകുളത്ത് കട്ടുവിറ്റ് പണം കോടികൾ വിദേശത്ത് ഒളിപ്പിച്ചത്? അതിൻ്റെ നേർരേഖയല്ലേ വ്യാജരേഖ എന്ന ആലഞ്ചേരി വിശേഷിപ്പിക്കുന്ന ICICI ബാങ്കിൻ്റേതായി ഹയാത്ത് ഇൻ്റർനാഷണൽ എന്ന ഹോട്ടൽ ശൃംഖലയിൽ ആലഞ്ചേരി പണം നിക്ഷേപിച്ചതിൻ്റെ ആദിത്യ വളവി എന്ന ചെറുപ്പക്കാരൻ പുറത്തു കൊണ്ടുവന്ന യഥാർത്ഥ രേഖ? കേരള ഗവൺമെൻറ് ക്ലീൻ ചിട്ട് കൊടുത്താൽ ആലഞ്ചേരിയുടെ കളവല്ലാതാകുമോ? കളവും അഴിമതിയും മൂലം കെട്ട ഒരു സർക്കാർ അതിലേറെ വിശ്വാസവും അന്തസ്സും നഷ്ടപ്പെട്ട ആലഞ്ചേരിക്ക് ക്ലീൻ ചിട്ട് കൊടുത്താൽ അത് ക്ലീനാകുമോ? കോടതികൾ അതിനെ തള്ളിക്കളഞ്ഞില്ലേ, സുപ്രീം കോടതി അടക്കം? ആയതിനാൽ വ്യാജരേഖ കേസിൽ CBI അല്ലെങ്കിൽ ED അന്വേഷണം ആവശ്യപ്പെടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സീറോ മലബാർ സഭ മാർത്തോമ മാർഗികളും യേശുമാർഗം പിന്തുടരുന്നവരും എന്ന നിലയിൽ 2 വിഭാഗങ്ങളായി പിരിയേണ്ടിയിരിക്കുന്നു. ഈ അധർമ്മികളുടെ നേതൃത്വത്തിൽ സീറോ മലബാർ വിശ്വാസികൾക്ക് യേശുമാർഗം തുടരാനാവില്ല. എന്തുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് അടക്കം സിനഡിലെ മെത്രാന്മാർ നിശബ്ദത പാലിക്കുന്നു? ആലഞ്ചേരിയുടെ കളവിന് വെള്ളപൂശുവാൻ കൊണ്ടുവന്ന ഐക്യകുർബാനയുടെ പേരിൽ എറണാകുളത്തെ അനുസരിപ്പിക്കുവാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുന്നുണ്ടല്ലോ. ഫലത്തിൽ നിന്നും വൃക്ഷത്തെ അറിയുവൻ എന്ന വചനഭാഗം നിങ്ങൾക്കറിയില്ലേ? ആലഞ്ചേരിയും സംഘവും പ്രസരിപ്പിക്കുന്ന ഇരുട്ടിൻ്റെ പൈശാചികത്വം നിങ്ങൾ കാണുന്നില്ലേ? അതോ നേർച്ചപ്പണം, നിർമ്മാണത്തട്ടിപ്പ്, വിദേശപ്പണ തിരിമറി, കള്ളക്കണക്ക്, നിയമനങ്ങളിലും അഡ്മിഷനിലുമുള്ള കോഴ എന്നിങ്ങനെ മാമോനീസത്തിൻ്റെ എല്ലാ വഷളതകളിലും അഭിരമിക്കുന്നവരാണോ മറ്റെല്ലാ സീറോ മലബാർ സിനഡംഗങ്ങളും? ഇങ്ങനെ പൈശാചികതയും പാഷണ്ഡതയും ഒത്തുചേരുന്ന കെട്ടകാലത്തെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു. പഴയ നിയമം ജെറമിയ അധ്യായം 23, 14-15 വാക്യങ്ങൾ. ഇസ്രായേലിനെ വഴിപിഴപ്പിക്കുന്ന വ്യാജ പ്രവാചകന്മാർ. ജെറുസലേമിലെ പ്രവാചകന്മാരുടെ ഇടയിൽ ഭയാനകമായ ഒരു കാര്യം ഞാൻ കണ്ടു. അവർ വ്യഭിചരിക്കുകയും കാപട്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ആരും ദുഷ്ടത ഉപേക്ഷിക്കാതിരിക്കത്തക്ക വിധം അവർ ദുഷ്ടരെ മാത്രം പിന്താങ്ങുന്നു. അവർ എനിക്ക് സോദോം പോലെയാണ്, അവിടുത്തെ നിവാസികൾ ഗൊമോറ പോലെയും. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് പ്രവാചകന്മാരെക്കുറിച്ച് അരുളി ചെയ്യുന്നു, അവരെ ഞാൻ കാഞ്ഞിരം തീറ്റും, അവരെ ഞാൻ വിഷം കുടിപ്പിക്കും. എന്തെന്നാൽ ജെറുസലേമിലെ പ്രവാചകന്മാരിൽ നിന്ന് ദേശം മുഴുവൻ അധർമ്മം പടർന്നിരിക്കുന്നു.
ഒരിക്കൽ കൂടി. എന്തെന്നാൽ സീറോ മലബാർ സിനഡിൽ നിന്നും സഭ മുഴുവൻ അധർമ്മം പടർന്നിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലത്ത് നമ്മെ നയിക്കുന്ന വചനഭാഗം ഇതായിരിക്കട്ടെ. നന്ദി.